ഹലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടിയുള്ള ദിവസമാണ്. കുറച്ചേറെ പരിപാടിയുണ്ട്. മാമൻ്റെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് അവിടുത്തെ ഫൗണ്ടേഷൻ വാർക്കൽ. അങ്ങോട്ടൊന്ന് പോകണം. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ വീട്ടിലും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് റൂമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ രാവിലെ എന്നോട് പറഞ്ഞിട്ട് പോയി, കുറച്ച് ഇഷ്ടികയും കാര്യങ്ങളൊക്കെ പുറത്ത് കിടപ്പുണ്ട്, അതൊക്കെ ആ ഫൗണ്ടേഷൻ്റെ അകത്തേക്ക് ഇട്ടേക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എല്ലാ കാര്യത്തിലും എനിക്ക് കുറച്ച് ആത്മാർത്ഥത കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ അമ്മ പറഞ്ഞതനുസരിച്ചു. അവിടെ എന്തൊക്കെ കിടക്കുന്നുണ്ടോ അവിടെ കിടക്കുന്ന കല്ലും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഫൗണ്ടേഷൻ്റെ അകത്തേക്ക് ഇട്ടു. ഇഷ്ടികയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇടാനായിട്ട്. അങ്ങനെ എല്ലാം ചെയ്തു. പിന്നെ 3-4 ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് തന്നെ ഞാൻ മുറ്റം തൂത്തിട്ടില്ല. കാരണം എനിക്ക് നനഞ്ഞ മണ്ണിൽ തൂക്കാനായിട്ട് ഇഷ്ടമില്ല. എനിക്ക് മണ്ണൊക്കെ നല്ല ഉണങ്ങി കിടക്കണം, എന്നാലേ തൂക്കാനായിട്ടൊരു ഇഷ്ടം വരത്തുള്ളൂ. അങ്ങനെയാണ് എൻ്റെ മൈൻഡ്. അപ്പോൾ ഇന്ന് മുറ്റം കൂടെ തൂക്കണമായിരുന്നു. അങ്ങനെ മുറ്റമൊക്കെ തൂത്തു. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഫുഡ് കഴിക്കാതെ നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കുറേ പണി, പക്ഷേ ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഇതാണ് എൻ്റെ പ്രശ്നം. ഞാനത് സേവ് ആക്കത്തില്ല. ഞാൻ കുറേ പണി ചെയ്തായിരുന്നു, സത്യമായിട്ടും കുറേ പണി ചെയ്തു. ഇന്ന് ജോലിയായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ആ വീഡിയോ ഒന്നും ഞാൻ സേവ് ആക്കിയിട്ടില്ല. ഇത് മാത്രമേ ഞാൻ സേവ് ആക്കിയിട്ടുള്ളായിരുന്നു. ഇത് ഞാൻ വിട്ടുപോയി സേവ് ആക്കുന്ന കാര്യം. അങ്ങനെ നമ്മൾ മുറ്റമൊക്കെ തൂത്ത് അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിക്കാനായിട്ട് അച്ഛൻ ഇന്നലെ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇന്നലെ ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും പൊറോട്ടയായിരുന്നു നമുക്ക് കഴിക്കാനായിട്ട്. രാവിലെ കുളിച്ച് വന്നിട്ട് നമ്മളത് കഴിച്ചു. ഈ വീട്ടിലെ പണിയൊക്കെ ഒതുക്കിയിട്ടല്ലേ എനിക്ക് മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. മാമനെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉച്ചയാകും. കാരണം മഴക്കാറൊക്കെ ഉണ്ട്, മഴ പോക്ക് നടക്കത്തില്ല. അങ്ങനെ നമ്മളത് അവിടെ ഇരുന്ന് കഴിച്ച്. ഞാൻ മാത്രം റെഡിയായാൽ പോരല്ലോ, അനന്തും കൂടെ വേണ്ട എൻ്റെ കൂടെ വരാനായിട്ട്. അപ്പോൾ റെഡി ആയിക്കഴിഞ്ഞ് അവിടെ നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത് കൂളിംഗ് ഗ്ലാസ് ഇരിക്കുന്നത് കണ്ട്. പിന്നെ ഞാൻ ഓർത്തൊന്ന് വെച്ച് 2-3-4 ഫോട്ടോയൊക്കെ എടുത്തേക്കാം, വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അതും വെച്ചുകൊണ്ട് കുറേ കോപ്രായങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചു. എനിക്ക് കൂളിംഗ് ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ പ്രാന്താണ്. ഞാൻ എന്തൊക്കെ കാണിക്കുന്നത് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ കുറേയൊക്കെ കാണിച്ചപ്പോൾ അനന്തും എന്നെ കുറേ ചീത്ത പറഞ്ഞു. എടി വാടി, കുറേ ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. മഴക്കാറും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പെട്രോൾ തീർന്നു പോയിട്ട് അങ്ങനെ പെട്രോളും അടിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും പകുതിയും മുക്കാലും പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാമൻ കറികളൊക്കെ ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാതെ പിന്നെ അവിടെ ചെന്ന് ഫുഡ് അടിച്ചു. പൊറോട്ടയും ബീഫും ആയിരുന്നു. മാമൻ തന്നെ ഉണ്ടാക്കിയ കറിയായിരുന്നു. രസമൊക്കെ മാമൻ തന്നെ വെച്ചതാണ്, സ്പെഷ്യലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. മാമൻ്റെ കറികളൊക്കെ പണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും അനന്തനെ കാണാനില്ലായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സമയമായി. അങ്ങനെ പതിയെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെയും മഴ പൊടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ബേക്കറി കണ്ടപ്പോൾ ആ ബേക്കറിയിലേക്ക് കയറി. അങ്ങനെ എനിക്ക് ബേക്കറിയിലൊക്കെ കയറി എന്തെങ്കിലും കുടിക്കണം, കഴിക്കണം, അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമൊക്കെ ഉള്ള കൊച്ചാണ് ഞാൻ. അപ്പോൾ നമ്മളൊരു ലൈം ജ്യൂസ് കുടിച്ചു. പിന്നെ വീട്ടിലേക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ ചായ തിളപ്പിച്ചായിരുന്നു, ഞാൻ തന്നെ ചായ വെച്ചത്. അങ്ങനെ ആ ചായയും കുടിച്ച് വേറെ നൈറ്റ് ഞാൻ ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ല. ഇന്ന് കുറേ കഴിച്ചു വീട്ടിൽ ചെന്നിട്ട്. നൈറ്റ് വീട്ടിൽ വന്നിട്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ